പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ടോപ്പിക്ക് ട്രിഗണോമെട്രിയുടെ പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുവരെ ആംഗിൾ സൈഡ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചു. 30, 60, 90, 45, 45, 90 ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ദെൻ സൈന് കോസ് വെച്ചിട്ടും പ്രോബ്ലം ചെയ്തു. കോഡ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തു. 2r sin c/2 കോഡ് ലെങ്ത്ത്, സൈഡ്, റേഡിയസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് another measure. എഴുതി വെക്കുക, സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക, another measure. ഇപ്പോൾ സൈന് കോസ് കഴിഞ്ഞാൽ പിന്നെ അനദർ മെഷർ ആരായിരിക്കും? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ടാൻ. സൈന് കോസ് ടാൻ, സൈന് കോസ് ടാൻ, ആകെ 3 പഠിക്കാനുള്ളൂ. ടാന്, what is meant by tan? In any right triangle based on acute angle, opposite side divided by adjacent side is called tan. In any right triangle based on acute angle, opposite side divided by adjacent side is called tan. Tan equal to O by A, sin equal to O by H, cos equal to A by H, tan equal to O by A. അല്ലേ? ഈ O by A വെച്ചിട്ടുള്ള tan വെച്ചിട്ടുള്ള സം പ്രോബ്ലംസ് ആപ്ലിക്കേഷൻസ് ആണ് ചെയ്യാനുള്ളത് കേട്ടോ. Question 1. One angle of a rhombus is 50 degree. One angle of a rhombus is 50 degree. One angle of a rhombus is 50 degree. And the larger diagonal is 5 centimeter. Larger diagonal is 5 centimeter. What is its area? What is its area? അപ്പോൾ ഒരു റോംബസ് വരയ്ക്കുക. റോംബസ് മീൻസ് എന്താണ്? ഇറ്റ് ഇസ് എ പാരലലോഗ്രാം. All rhombus is a parallelogram, but all parallelogram is not a rhombus. അപ്പോൾ ലാർജർ ഡയഗണൽ ഇതാണ് വരിക, കാരണം കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതാണ് ലാർജർ ഡയഗണൽ. ലാർജർ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 centimeter. ദെൻ സ്മോളർ ഡയഗണൽ ഇങ്ങനെ വരച്ചു. 5 ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. 2.5, 2.5 ആയി. വൺ ആംഗിൾ എത്രയാണ്? 50 ആണ്. 50യെ ബൈസെക്ട് ചെയ്യുന്നു. 25, 25. റോംബസിൻ്റെ എല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റോംബസിന് എന്താണ്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദെൻ ABCD ഈസ് എ റോംബസ്. ഡയഗണൽസ് intersect at O. The length of the larger diagonal AC is 5 centimeter. Then bisect each other 2.5, 2.5. Then angle 50 degree bisect ചെയ്തു 25, 25. അതിൻ്റെ ബ്രാക്കറ്റിൽ വാല്യൂ തന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ tan 25 is equal to 0.47. tan 25 is equal to 0.47. 0.4663 എന്നാണ്. അതിന് നമ്മൾ 2 പ്ലേസിന് ഈക്വേറ്റ് ചെയ്ത് 0.47 എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ABCD ഈസ് എ റോംബസ്. ഡയഗണൽ AC ആൻഡ് BD intersect at point O. Then AC is the larger diagonal divided in the 2 parts, 2.5, 2.5. Then consider triangle AOB. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. 4 ട്രയാങ്കിൾ ഏതെങ്കിലും ഒരെണ്ണം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ AOB. AOB അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഡയഗണൽസ് പിന്നെ റോംബസ്. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. റോംബസിന് ഒരു പ്രത്യേകത ഉണ്ട്. ദെൻ BD കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് D1 D2. ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് D1 D2. ഡയഗണൽസ് തന്നാൽ ഹാഫ് D1 D2. ദെൻ ബേസും ഹൈറ്റും ഓൾറെഡി തന്നാൽ BH. ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു ഏരിയ ഓഫ് റോംബസ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ tan 25 കൺസിഡർ ട്രയാങ്കിൾ AOB. ഈ റൈറ്റ് ട്രയാങ്കിൾ AOB ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് OB, അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 2.5. ഇതാണ് ഹൈപ്പോട്ടനിസ് വരുന്നത് കേട്ടോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എപ്പോഴും ഹൈപ്പോട്ടനിസ് വരിക. അതിപ്പോൾ ഹൈപ്പോട്ടനിസ് എവിടെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കണ്ട. അപ്പോൾ tan 25 is equal to O by A. tan equal to O by A, sin equal to O by H, cos equal to A by H എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. tan 25യുടെ വാല്യൂ 0.47 equal to
ഓപ്പോസിറ്റ് സൈഡ് ഒ ബി, കണ്ണ് തുറന്ന് നന്നായി നോക്കുക, 25ൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഒ ബി. ബൈ അഡ്ജസൻ്റ് ആരാ വരുന്നത്? ഒ എ. അഡ്ജസൻ്റ് ആരാ വരുന്നത്? ഒ എ. ചിലവൻ അഡ്ജസൻ്റ് ഇതായിട്ട് തോന്നും, ഒരൊറ്റ ഇടിയോൻ്റെ കണ്ണാണ്ട് വിടും. കാരണം എന്താ? ഇത് അഡ്ജസൻ്റ് അല്ല. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഹൈപ്പോട്ടനിസ് ആണ്. 90യുടെ ഓപ്പോസിറ്റ് എപ്പോഴും എന്താ വരിക? ഹൈപ്പോട്ടനിസ്. Then 0.47 equal to OB by 2.5. OB opposite side by adjacent side OA. Then OB calculate ചെയ്യാൻ OB is equal to 0.47 into 2.5. അപ്പോൾ ടാൻ്റെ വാല്യൂ ഓൾറെഡി അവർ തരും. ടാൻ 25 തന്നിരിക്കുന്നു. 50യെ ബൈസെക്റ്റ് ചെയ്തിട്ടാണ് 25 കിട്ടിയത്. ദെൻ ടാൻ കൺസിഡർ ട്രയാങ്കിൾ AOB. tan 25 is equal to O by A. Opposite side OB, adjacent side OA. 0.47 equal to OB by 2.5. Cross multiplication we get 0.47 into 2.5. Multiply ചെയ്യണ്ടേ? 47 into 25 ചെയ്യാം. 47 into 25. എന്നിട്ട് ഡെസിമൽസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 7 5s are 35, balance 3. 5 4s are 20 plus 3 23. 7 2s are 14, balance 1. 4 2s are 8 plus 1 9. 5 7 11. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 0.47 1 2, 2.5 1. അപ്പോൾ ടോട്ടൽ 3 പ്ലേസ്. 1.175. അപ്പോൾ അതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 1.18 എന്ന് എഴുതാം. 2 ഡെസിമൽ പ്ലേസിന് ആക്കിക്കോളുക. ഇനി 1 ഡെസിമൽ പ്ലേസിന് എഴുതിയാൽ 1.2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ആണ്. ഓരോരുത്തരുടെ ടെക്നിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ 1.2 എന്ന് വേണമെങ്കിൽ എഴുതാം, 1.18 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ പാർട്ട് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി ഡയഗണൽ ബി ഡി കിട്ടി 1.18. ഇനി ലെങ്ത് ഓഫ് ഡയഗണൽ ബി ഡി ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദി 1.18. 1.18ൻ്റെ ഡബിൾ എത്രയാ? ഇൻറ്റു 2. ഡബിൾ കാണാൻ 2. 8 2s are 16, balance 1. 1 2s are 2 plus 1 3. 2 1s are 2. 2.36 അല്ലേ? 2.36. അതിന് നമുക്ക് ആൻസർ വേണം എന്താക്കുക? 1 പ്ലേസിലേക്ക് അറേഞ്ച് ചെയ്യാം. 2.4. ന്യൂ ഡയഗണൽ ബി ഡി ഈസ് ഈക്വൽ ടു 2.4. അപ്പോൾ ഡയഗണലൊക്കെ ഏരിയാസൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് 1 പ്ലേസിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് നോ പ്രോബ്ലം, കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ABCD ഈസ് എ റോംബസ്, AC and BD ആർ ദി ഡയഗണൽ, intersect at O, diagonals are perpendicular bisector. Then consider triangle AOB. Tan 25 is equal to O by A. Tan equal to O by A. Sin equal to O by H. Cos equal to A by H. Tan 25 is equal to O by A. OB by OA. Then 0.47 equal to OB by 2.5. Cross multiplication we get OB is equal to 1.175. Then arrange 2 decimal place 1.18. Then length of diagonal BD is equal to double of the 1.18. That is 2 into 1.18, 2.36. Then arrange in suitable form. Arrange in 1 decimal place 2.4 എന്നാക്കി. കാരണം സെക്കൻഡ് പ്ലേസ് മോർ ദാൻ 5 ആണെങ്കിൽ ഒരു പ്ലേസും കൂടെ ആഡ് ചെയ്യുക, 2.4. ഇനി ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ, ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഹാഫ് ഇൻറ്റു ഒരു ഡയഗണൽ 5 ഓൾറെഡി അവർ തന്നിട്ടുണ്ട് 5. ദെൻ സെക്കൻഡ് ഡയഗണൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 2.4. ഡെസിമലായിരിക്കും വരും കേട്ടോ, കംപ്ലീറ്റ് 2.4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് 2.4 1.2 ആക്കി കട്ട് ചെയ്യാം. കട്ട് 2.4 കട്ട് ചെയ്ത് 1.2. 5 ഇൻറ്റു 1.2 എത്ര വരും?
60 ഒരു പോയിൻ്റ് ഇടുമ്പോൾ 6 ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസ് 1 പ്ലേസിലേക്ക് ഇക്വേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ കറക്റ്റ് ആൻസറായി മാറി. ഇനി ഇക്വേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് സം ഡെസിമൽസ് ആയിട്ട് വരും, കുറച്ച് ഡെസിമൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വരും. 6 പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഒരു 5.9 5.83 അങ്ങനെ എന്തെങ്കിലും 85 ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മളിതിനെ 1 പ്ലേസിലേക്ക് അറേഞ്ച് ചെയ്തപ്പോഴാണ് 6 വന്നത്. കേട്ടല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റോംബസ് ഡയഗണൽസ് ആർ ബൈസെക്റ്റ് ഈച്ച് അതർ, ദെൻ ആംഗിൾ ഇവിടെ ബൈസെക്റ്റ് ചെയ്തു, ഡയഗണൽ ബൈസെക്റ്റ് ചെയ്തു, ഷെയ്ഡഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ടാൻ യൂസ് ചെയ്തു, ലെങ്ത് ഓഫ് ഒ ബി കാൽക്കുലേറ്റ് ചെയ്തു, ഡബിൾ എടുത്തു, ബി ഡി കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ 2.4ലേക്ക് ഇക്വേറ്റ് ചെയ്തു, ദെൻ ഏരിയാസ് ഈക്വൽ ടു ഹാഫ് D1 D2 ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 2.4 അറേഞ്ച് ആൻഡ് മൾട്ടിപ്ലൈയിങ് വി ഗെറ്റ് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല, ഡെസിമൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് 6 കുറേ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, ഒരു പോയിൻ്റ് സംതിങ് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. 5.8 5.9 പിന്നെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചിങ്. അതെന്താണ്? അത് നോ പ്രോബ്ലം, ആക്സെപ്റ്റബിൾ ആണത് കേട്ടോ. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സൈന് ഇത് ഡെസിമൽസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച്, നോ പ്രോബ്ലം. 1 പ്ലേസിന് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആൻസറാണ് കിട്ടുക. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സെക്കൻഡ് പ്രോബ്ലം നോക്കൂ മക്കളെ. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ with its foot 2 meters away from the wall. With its foot 2 meters away from the wall. And the ankle with the floor 40 degree 40. How high എത്ര ഉയരത്തിലാണ്? How high is the top end of the ladder from the ground? Is the top end of the ladder from the ground? അപ്പോൾ നമുക്കറിയാം വാള്, ഗ്രൗണ്ട്, ലാഡർ വരയ്ക്കണം അല്ലേ? വാൾ, ഗ്രൗണ്ട്, ലാഡർ ഇങ്ങനെ ചാരി വെച്ചു. ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. എത്ര മീറ്റർ ചേഞ്ച് മാറിയിട്ടാണ് വരുന്നത്? 2 മീറ്ററാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇൻ ദി ഫിഗർ ബി സി വാൾ, എ ബി ഗ്രൗണ്ട് 2 meters അവേ ഫ്രം ദി ഫുട്ട് ഓഫ് ദി വാൾ എന്നാണ് പറഞ്ഞത്. ദെൻ ലെങ്ത് ഓഫ് ദി ലാഡർ AC. അപ്പോൾ ഇവിടെ 40യുടെ ഏതെങ്കിലും ഒരു വാല്യൂ അല്ല, 3 വാല്യൂസ് അവർ എക്സാമിന് തരും. സൈൻ 40, കോസ് 40, ടാൻ 40. അപ്പോൾ ഞങ്ങൾ മേലോട്ടൊക്കെ എന്താ 3 കൂടി തന്നത്? എന്തിനാ 3 വാല്യൂസ് തന്നത്? ചോയ്സ് ആണ്, അത് ഏതാ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ മെമ്മറിയിലേക്ക് വരണം. സൈനാണോ കോസാണോ ടാനാണോ, സൈനാണോ കോസാണോ ടാനാണോ. അപ്പോൾ നോക്കുക നമ്മൾ 30 അല്ലേ, 40 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ് കാണേണ്ടത്. ഇത് അഡ്ജസൻറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനിസ് ആണ്. ഇവിടെ ഹൈപ്പോട്ടനിസ് അല്ലേ കാണേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഹൈ ആ ചോദിച്ചത്, എത്ര ഉയരത്തിലാണ് എന്നാണ്. അപ്പോൾ വാളാണ്. ഹൗ ഹൈ എന്ന് പറഞ്ഞാൽ ഇത് ലാഡർ അല്ല കാണേണ്ടത്, ലാഡറിൻ്റെത് ആവശ്യമില്ല. ഹൗ ഹൈ ഉയരമാണ്, BC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, O/A, ടാൻ ഈക്വൽ ടു O/A, ടാൻ ഈക്വൽ ടു O/A. ഇപ്പോൾ ലാഡറിൻ്റെ ആവശ്യമില്ല, ലാഡർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടാൻ 40യുടെ വാല്യൂ അവർ തന്നിട്ടുള്ളത് 0.84. ടാൻ 40 is equal to 0.84 എന്നാണ് അവർ തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദി ഫിഗർ BC is the wall and AB ground, AC ladder. Then tan 40 is equal to BC by AB, O/A. Tan 40 is equal to O/A. Tan 40 is equal to O/A. 40യുടെ ഓപ്പോസിറ്റ് ആരാ? BC. അഡ്ജസൻ്റ് ആരാ? AB. 0.84 is equal to BC by 2. BC by 2. Then BC is equal to 0.84 into 2. 4 2s are 8, 8 2s are 16.
അപ്രോക്സിമേറ്റ് എത്ര വന്ന് 1.68 മീറ്റർ. ഇനി അതിനെ പിടിച്ചിട്ട് നമ്മൾ ഷോർട്ടാക്കാനൊന്നും പോകണ്ട. റെയർ കേസിൽ നമുക്ക് പ്രോബ്ലം കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്ന കേസിൽ എന്താക്കുക, ഡെസിമൽസിനെ 1 പ്ലേസിലേക്ക് അറേഞ്ച് ചെയ്യുക. ഇത് ഡയറക്റ്റ് വാല്യൂസ് കിട്ടുന്നതൊക്കെ ആ പ്ലേസിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ 1.68 മീറ്റർ എന്ന് എഴുതി വെക്കുക. അടിയിൽ എഴുതി വെക്കണം എന്ത്, ഹൈറ്റ് ഓഫ് ദി എന്താ പറഞ്ഞത്, ലാഡർ, ഹൈറ്റ് ഓഫ് ദി ലാഡർ എന്നൊന്നും വെക്കണ്ട, ഹൈറ്റ് എന്ന് വെച്ചാൽ മതി. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 1.68 മീറ്റർ. ഗ്രൗണ്ടിൽ നിന്ന് ലാഡറിൻ്റെ ടോപ്പിലേക്ക്, ടോപ്പ് എൻഡ് ഓഫ് ദി ഹൈറ്റാണ് ഇവിടെ അല്ലേ, ടോപ്പ് എൻഡ് ഇത് അവിടെയാണ്, ഇതാണ് ഗ്രൗണ്ടിൻ്റെ ബോട്ടം ടു ടോപ്പിലേക്കുള്ള ഹൈറ്റാണ്. ഹൈറ്റ് ഓഫ് ദി ബോട്ടം ടു ടോപ്പ് എന്നൊന്നും എഴുതണ്ട, ഹൈറ്റ് എന്ന് എഴുതിയാൽ മതി. ഹൈറ്റ് ഓഫ് ദി വാൾന്നോ ഹൈറ്റ് എന്നോ എഴുതി വെക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 1.68 മീറ്റർ എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ടാനിൽ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഫിഗർ ABC wall, height of the wall and AB ground, AC ladder, then tan 40 opposite side by adjacent side O by A, tan 40 is equal to BC by AB, 0.84 is equal to BC by 2, cross multiplication we get BC is equal to 1.68, then height of the wall equal to 1.68, height of the wall equal to 1.68 meter. യൂണിറ്റ് എഴുതണം, ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ യൂണിറ്റുകൾ വളരെ വൃത്തിയായിട്ട് എഴുതണം. ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് എഴുതി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് സാധാരണ നമ്മൾ എല്ലാ സൈനിലും കോസിലും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾസ് ഫോം ചെയ്ത് പെൻറ്റഗണൊക്കെ ആക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതുക. 3 rectangles are to be cut along. 3 rectangles are to be cut along the diagonals. Cut along the diagonals. And the triangles so got rearranged to form a regular pentagon. Rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeter, 30. What should be the length and breadth of the rectangles? What should be the length and breadth of the rectangles? ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചോളുക. ഞാനിവിടെ എഴുതി വെച്ചേക്കാം. tan 72 is equal to, എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും, അതിന് വേണ്ടിയിട്ട് അങ്ങനെ തരുന്നത് 3.08. sin 54 equal to 0.81. ആവശ്യമുള്ള വാല്യൂസ് മാത്രം എഴുതി വെക്കുക. tan 72 വേണം, sin 54 വേണം. cos 54 is equal to 0.59. അപ്പോൾ അത് കംപ്ലീറ്റ് വാല്യൂ നിങ്ങൾക്ക് തരും. നമുക്കിവിടെ ആവശ്യമുള്ള വാല്യൂ ചെയ്യാനാണ്, എഴുതി വെക്കാനാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. മെയിൻ വാല്യൂസ് എഴുതി വെച്ചു, ഇവിടെ യൂസ് ചെയ്ത് ഈ പ്രോബ്ലത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിൽ sin 72, cos 72, tan 72, sin 54, cos 54, tan 54 ഒക്കെ തരും. എല്ലാ വാല്യൂസും ബ്രാക്കറ്റിലാക്കിയിട്ട് തരും കേട്ടോ. ഇനി ഫിഗർ വരയ്ക്കണം. റെക്റ്റാങ്കിള്, അനദർ റെക്റ്റാങ്കിള്, ഇതൊക്കെ നമ്മൾ കുറേ ഒരു കേസിൽ ചെയ്തൊരു ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഡയഗണൽസിലൂടെ കട്ട് ചെയ്തു, പാർട്സ് എടുത്തിട്ട് ആരെ ഫോം ചെയ്തു, ഒരു റെഗുലർ പെൻറ്റഗൺ ഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് കുറേ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇങ്ങനെ വരച്ചു, പാർട്ടാക്കി വെച്ചു. ആ പെൻറ്റഗണ് വേണമെങ്കിൽ നമുക്കൊരു നെയിം കൊടുക്കാം. ഇവിടെ സൈഡ്സൊക്കെ 30 ആണ്, സൈഡ്സൊക്കെ 30 ആയിട്ടാണ് വരുന്നത്. റെഗുലർ പെൻറ്റഗൺ ABCDEFG ഇങ്ങനെ കൊടുത്തു. ചെറിയ ട്രയാങ്കിൾസിൻ്റെ പാർട്സാണ് ഇവിടെ വരുന്നത് അല്ലേ. ചെറിയ റെക്റ്റാങ്കിൾസിൻ്റെ, അതായത് സ്മോൾ റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ കണ്ടില്ലേ,
ഈ ട്രയാങ്കിൾ പാർട്സാണ് ഇവിടെ 4 പാർട്സ് വന്നത്. ദെൻ ലാർജർ റെക്റ്റാങ്കിളിൻ്റെ പാർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ആംഗിൾസ് നോക്കണം. എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പാർട്സ് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഫിഗറൊക്കെ വരച്ചു എല്ലാവരും. 3 rectangles cut along the diagonal, rearrange, we get a regular pentagon. A, B, C, D, E is a regular pentagon. F and G ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലേഴ്സ് ആയിട്ട് വരച്ചു. ദെൻ ഇവിടെ നോക്കൂ, സ്മോളർ പാർട്സ് ആണ് ഇതൊക്കെ വരുന്നത് അല്ലേ. സ്മോളർ പാർട്സ് ആണ് വരുന്നത്. സ്മോളർ പാർട്സിൻ്റെ ലെങ്ത് ഓഫ് ദി സ്മോളർ പാർട്സ്, ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യാം. ലെങ്ത് ഓഫ് ദി സ്മോളർ പാർട്സ് എന്താണ്? AG ആണ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. സ്മോളർ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ്. ലെങ്ത് ഓഫ് ദി സ്മോളർ റെക്റ്റാങ്കിൾ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഷെയ്ഡഡ് ട്രയാങ്കിൾ. ഈ 4 ട്രയാങ്കിൾ സെയിം ആണ്. 4 ട്രയാങ്കിൾ അവിടെ സെയിം ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ലെങ്ത് അവിടെ ആൾട്ടിറ്റ്യൂഡാണ്. ബ്രെഡ്ത്ത് ഈക്വൽ ടു GB. ഇവിടെ ഈ ഷെയ്ഡ് മാത്രം ലൊക്കേറ്റ് ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. ലെങ്ത്ത് AG, ബ്രെഡ്ത്ത് GB. ഇനി വരുന്നത് എന്താണ്? ഇതിൻ്റെ ലെങ്ത്ത് ലാർജറിൻ്റെ ലെങ്ത്ത് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ. ദെൻ ബ്രെഡ്ത്ത് എന്തായിട്ടാണ് പോയി നിൽക്കുന്നത്? ഹാഫ് ദി ബേസ് 15. ഇതിനങ്ങനെ ഫുള്ളാക്കുമ്പോഴാണ് അവിടെ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നത്. ബ്രെഡ്ത്ത് വരുന്നത്, ലാർജർ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ഫോം ചെയ്യുന്നത് ഹാഫ് ദി ബേസ് ആയിട്ടും ലെങ്ത്ത് വരുന്നത് ലാർജർ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ്സ് ആയിട്ടും. ആദ്യം നമ്മൾ പിക്ചറിലൊക്കെ മനസ്സിലാക്കി വെച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, ABCD is a regular pentagon. In a regular pentagon, total angle 540 degree, each angle 108 degree. 540 ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെ 540? n-2 × 180. 8ൽ പഠിച്ചതാണ് പോളിഗൺസ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ. 540 ടോട്ടൽ ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ ഡിവൈഡഡ് ബൈ 5 വി ഗെറ്റ് ഈച്ച് ആംഗിൾ 108. അപ്പോൾ ഇവിടെയൊക്കെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 54. ഇവിടെ 90. 54 90 അല്ലേ? 54 ഇവിടെ 90. 54 90 ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 144. അപ്പോൾ ബാലൻസ് ഇവിടെ എത്ര വരും? 36. 36ൻ്റെ ബാലൻസ് ഇവിടെ എത്ര വന്നു? 72. അവിടെയാണ്. അപ്പോൾ 72 എന്തിനാണ് വന്നത്? എവിടെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെയാണ് 72. അപ്പോൾ മെയിൻ ആംഗിൾസ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ 54 108നെ ബൈസെക്റ്റ് ചെയ്തു. ദെൻ 54 90 പ്ലസ് 54 144. ബാലൻസ് 36 ആണ് ഈ ആംഗിൾ ഡീൻ്റെ പാർട്ടിൽ വരുന്നത്. ദെൻ ലാർജർ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്ര വരും? 108 മൈനസ് 36, ദാറ്റ് ഈസ് 72. അപ്പോൾ 72ൻ്റെ വാല്യൂ ഉണ്ട്, 54ൻ്റെ വാല്യൂ ഉണ്ട്. കൺസിഡർ ട്രയാങ്കിൾ AGB. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ AGB. പറഞ്ഞേ AGB. ഇവിടെ നോക്കുക. ദെൻ ലെങ്ത് ഓഫ് ദി സ്മോളർ റെക്റ്റാങ്കിൾ ബിക്കം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ. ദെൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ, അങ്ങനെ പറയാം. ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ AG. Then breadth of the smaller rectangle become GB. Base of the smaller triangle. GB ആയിട്ട് പോകുന്നു. ഫസ്റ്റ്ലി നമുക്ക് എന്താ കാണണം? AG കാണണമെങ്കിൽ 54 ഉണ്ട്. ട്രയാങ്കിൾ AGBയിൽ 54 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് AG, ഹൈപ്പോടെന്നിസ് AB. O/H ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, എല്ലാവരും കണ്ണ് തുറന്ന് നോക്കൂ. 54ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ 4 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. 1 ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക, അല്ലാണ്ട് എല്ലാ ട്രയാങ്കിളും കൂടി സെലക്ട് ചെയ്ത് ഓവർ സെലക്ഷൻ വേണ്ട. ഇൻ എ ട്രയാങ്കിൾ AGB, ആംഗിൾ 54, സൈൻ 54 is equal to O/H. ഇൻ ട്രയാങ്കിൾ AGBയിൽ സൈൻ 54 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് O/H, AG/AB. ഓപ്പോസിറ്റ് സൈഡ് AG, ഹൈപ്പോടെന്യൂസ് AB. സൈൻ 54ൻ്റെ വാല്യൂ ഉണ്ടല്ലോ, 0.81 ഈക്വൽ ടു AG/AB.
എ ബി എത്രയാണ് മക്കളെ 30, AG by 30. Then AG is equal to 30 into 0.81. 30 into 0.81. Multiply the letter very makale. 1 3s are 3, 8 3s are 24. 30 ഒരു 0 ഇട്ട് 2 decimal place ഇട്ട് 24.3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Length of the smaller rectangle equal to 24.3. Length of the smaller rectangle equal to 24.3. ഒക്കെ സെൻറ്റിമീറ്ററിലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാം സെൻറ്റിമീറ്ററിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Length of the rectangle equal to 24.3. ഇനി ആരെ കാൽക്കുലേറ്റ് ചെയ്യണം? ജി ബി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കൂ. cos 54 യൂസ് ചെയ്താലല്ലേ 54ൻ്റെ adjacent side by hypotenuse. adjacent side by hypotenuse. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ജി ബി തന്നെ, ഇൻ ട്രയാങ്കിൾ എ ജി ബി cos 54 ഈക്വൽ ടു adjacent side ജി ബി ബൈ എ ബി, ഹൈപ്പോട്ടന്യൂസ് എ ബൈ എച്ച് എന്ന് വേണ്ടവർ എഴുതി വെച്ചോളാം. cos 54 is equal to a by h, cos equal to a by h, sin equal to o by h, tan equal to o by a. cos 54ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 0.59 ഈക്വൽ ടു ജി ബി ബൈ 30. ജി ബി is equal to 30 into 0.59. 30 എന്നുള്ള 30 എന്നൊക്കെ അവിടെ പറയുന്ന കേട്ടോ. 0.59 into 30 എത്രയാ? 9 3s are 27, balance 2. 5 3s are 15 plus 2 17. അന്ന് ഞാൻ എഴുതി വെച്ചത് മാറിപ്പോയ സാധനം അത്. 17.70 centimeter GB. Then breadth of the smaller rectangle equal to 17.7. അപ്പോൾ സ്മോളർ റെക്റ്റാങ്കിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയല്ലോ. സൈൻ യൂസ് ചെയ്തു ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തു, കോസ് യൂസ് ചെയ്തു ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ 3 rectangles cut along the diagonals and rearrange, we get a regular pentagon ABCDE. All angles of regular pentagon 540 degree. Sum of the angle of regular pentagon 540 degree and each angle equal to 540 divided by 5 108 degree. 54 perpendiculars വരച്ച് 54 54 54 54. Then 90 54 balance 36. Then remaining angle 72. ആവശ്യമുള്ള ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചു കേട്ടാ. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പറഞ്ഞാട്ടെ മക്കളെ, പറഞ്ഞാട്ടെ. ദെൻ ഷെയ്ഡ് ട്രയാങ്കിൾ, 1 ട്രയാങ്കിൾ ഷെയ്ഡ്, സ്മോളർ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തു. ദെൻ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ, സ്മോളർ റെക്റ്റാങ്കിൾ ബിക്കം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ. breadth of the smaller rectangle become base of the shaded triangle. അപ്പോൾ അവിടെ ആൾട്ടിറ്റ്യൂഡും കാണണം ബേസും കാണണം. 15 ട്രയാങ്കിൾ എ ജി ബിയിൽ 54 ഒരൊറ്റ ആംഗിൾ അവിടെ ഉണ്ട്. ഓൾറെഡി സൈൻ വാല്യൂ കോസ് വാല്യൂ ഒക്കെ 54 തന്നിട്ടുണ്ട്. ദെൻ 54 ഓപ്പോസിറ്റ് സൈഡ് എ ജി, ഹൈപ്പോടെന്യൂസ് എ ബി. സൈൻ 54 is equal to O by H is equal to AG by 30. Then 0.81 is equal to AG by 30. AG is equal to 0.81 into 30. That is equal to 24.3. Correct ആണോ? Correct. Ready ആണോ? Ready. Then next side GB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 54ൻ്റെ adjacent side. Then in triangle AGB cos 54 is equal to GB by AB. Adjacent side by hypotenuse. 0.59 equal to GB by 30. Cross multiplication we get 30 into 0.59. Approximate 17.7 centimeter. 17.7 centimeter. അപ്പോൾ അടിയിൽ എഴുതി വെക്കണത് ലെങ്ത് ഓഫ് ദി സ്മോളർ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 24.3 centimeter. ബ്രെഡ്ത്ത് ഓഫ് ദി സ്മോളർ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 17.7 centimeter. എഴുതി വെച്ചാൽ ഫിനിഷായി. ഇനി ലാർജർ റെക്റ്റാങ്കിളിൻ്റെ കടക്കണം അല്ലേ? ലാർജർ റെക്റ്റാങ്കിളിലേക്ക് പോകണം. എന്തൊക്കെയായിരിക്കും ലാർജർ റെക്റ്റാങ്കിളിൽ വരുന്നത്? ആ മിഡിൽ ട്രയാങ്കിൾ കണ്ട പെൻറ്റഗണിലൊരു മിഡിൽ ട്രയാങ്കിൾ കണ്ടില്ലേ നമ്മൾ 72 മാർക്ക് ചെയ്ത് വെച്ചേ. ഓക്കെ, അപ്പോൾ ലാർജർ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എല്ലാവർക്കും അറിയാം. ബ്രെഡ്ത്ത് എന്താ?
നോ പ്രോബ്ലം. 15 ആണ്. 30യുടെ ഹാഫ് 15. ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ റെക്റ്റാങ്കിൾ ഈക്വൽ ടു ഹാഫ് ദി ബേസ് ഓഫ് ലാർജർ ട്രയാങ്കിൾ എ ഡി സി. ഹാഫ് ദി ബേസ് ഓഫ് ലാർജർ ട്രയാങ്കിൾ എ ഡി സി. അപ്പോൾ ഇൻ ലാർജർ ട്രയാങ്കിൾ എ ഡി സി ബ്രെഡ്ത്ത് ഹാഫ് ദി ബേസ് എന്തായിട്ടാണ് പോകുന്നത്? ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് 15. അത് കിട്ടി. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാൻ 72 യൂസ് ചെയ്താൽ ഇതിന് വേണമെങ്കിൽ ഒരു പേര് കൂടി കൊടുക്കുക. എ ബി സി ഡി ഇ എഫ് ജി ഉണ്ട്, എച്ച് ഇവിടെ കൊടുക്കുക, എ എച്ച്. ഇൻ ട്രയാങ്കിൾ എ ഡി സി അല്ല എടുക്കേണ്ടത്, എ ഡി എച്ച്. ഇതാ ഈസ് ട്രയാങ്കിൾ കണ്ടോ ഷെയ്ഡ് ചെയ്ത്, എ ഡി എച്ച് ട്രയാങ്കിൾ എ ഡി എച്ച്. ഡി എച്ച് ഈക്വൽ ടു 15, ഹാഫ് ദി ബേസ്. പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ബേസിനെ ഹാഫാക്കി മാറ്റുന്നു. ദെൻ റെഗുലർ പെൻറ്റഗൺ ആയതുകൊണ്ട് 15 15 ആണ്. ദെൻ ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ദെൻ ആൾട്ടിറ്റ്യൂഡ് എ എച്ച് ഈസ് length of the larger rectangle. Length of the larger rectangle become altitude of the larger triangle. Altitude of the larger triangle. അപ്പോൾ അവിടെ എ എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ ട്രയാങ്കിൾ എ ഡി എച്ച് ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ കണ്ടില്ലേ, ലാർജർ ട്രയാങ്കിൾ എ ഡി എച്ച്. ടാൻ 72 ഈക്വൽ ടു എ എച്ച് ബൈ ഡി എച്ച്. എന്താണ് എ എച്ച് ബൈ ഡി എച്ച് എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഒ ബൈ എ. ടാൻ 72 ഈക്വൽ ടു എ എച്ച് ബൈ ഡി എച്ച്, ഒ ബൈ എച്ച്. 15 ആണ് നമുക്ക് കിട്ടിയത്. അഡ്ജസൻറ്റ് സൈഡ് 15 ആണ് വരിക. ടാൻ 72യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 3.08 ഈക്വൽ ടു എ എച്ച് ഓൾട്ടിറ്റ്യൂഡ് എ എച്ച് ബൈ 15. എ എച്ച് ബൈ 15. എ എച്ച് ഈക്വൽ ടു 15 ഇൻറ്റു 3.08. ഓക്കെ. അപ്പോൾ ഇന്നെ ലാർജർ ട്രയാങ്കിൾ എ ഡി സിയിൽ ദെൻ എ എച്ച് ഈസ് ആൾട്ടിറ്റ്യൂഡ്, ദെൻ ട്രയാങ്കിൾ എ എച്ച് ഡി ടാൻ 72 ഈക്വൽ ടു ഒ ബൈ എ. ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ റെക്റ്റാങ്കിൾ ബിക്കം ഹാഫ് ദി ബേസ് ഓഫ് ട്രയാങ്കിൾ എ ഡി സി. 15 15 ആയിട്ട് മാറി. ദെൻ ലെങ്ത് ഓഫ് ദി ലാർജർ റെക്റ്റാങ്കിൾ ബിക്കം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ ദാറ്റ് ഈസ് എ എച്ച്. എ എച്ച് കാണുന്നില്ലേ, എ എച്ച്. ദെൻ ടാൻ 72 is equal to O by A, opposite side by adjacent side, opposite side by adjacent side. AH by DH, O by A. 3.08 equal to AH by 15. AH is equal to 15 into 3.08. 3.08 decimal ഒഴിവാക്കുക, 308 into 15 ചെയ്യാം. 8 5s are 40, balance 4, 5 0 0 plus 4 4, 5 3s are 15, 8 1s are 8 0 3 0, 8 4s 12, balance 1 6 4. 2 decimal place arrange ചെയ്താൽ approximate 46.2 centimeter. Length of the larger rectangle 46.2, breadth of the larger rectangle 15. അപ്പോൾ ഇവിടെ 4 values ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെങ്ത് ഓഫ് ദി സ്മോളർ, ബ്രെഡ്ത്ത് ഓഫ് ദി സ്മോളർ, ലെങ്ത് ഓഫ് ദി ലാർജർ, ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ. സ്മോളർ കാൽക്കുലേറ്റ് ചെയ്യാൻ സൈൻ 54 ആൻഡ് കോസ് 54. ലാർജർ കാൽക്കുലേറ്റ് ചെയ്യാൻ ടാൻ 72. ഓക്കെ, അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റ് ആയല്ലോ. അപ്പോൾ ഇവിടെ വാല്യൂസ് വന്നു, ആംഗിൾസ് എങ്ങനെ വന്നു എന്നൊക്കെയുള്ള പിക്ചറിൽ ആദ്യം പിക്ചർ മനോഹരമായിട്ട് വരയ്ക്കുക, ആംഗിൾസൊക്കെ മനോഹരമായിട്ട് എഴുതുക. ആവശ്യമുള്ള 2 ട്രയാങ്കിൾ മാത്രം ഷെയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു ട്രയാങ്കിളും ദെൻ സെക്കൻഡ് ലാർജർ ട്രയാങ്കിളും. ആ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾസിനെ മാത്രം ഫോക്കസ് ചെയ്യാം. Then length of the smaller rectangle become altitude of the smaller triangle. Then breadth of the smaller rectangle become base of the smaller triangle. Then length of the larger rectangle become altitude of the larger triangle. Then breadth of the larger rectangle become half the base of larger triangle. അത് imaginary conceptൽ മനസ്സിലാക്കുക.
ദെൻ ഫിഗറിൽ സൈൻ 54 യൂസ് ചെയ്ത് എ ജി കിട്ടി. ദെൻ കോസ് 54 യൂസ് ചെയ്ത് ജി ബി കിട്ടി. ടാൻ 72 യൂസ് ചെയ്ത് എ എച്ച് കിട്ടി, അതായത് ലെങ്ത് ഓഫ് ലാർജർ. ദെൻ 15 ആണ് ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സിൽ 4 ആൻസറാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു? സൈന് വന്നു, കോസ് വന്നു, ടാന് വന്നു. ഓക്കെ, അപ്പോൾ സൈന്, കോസ്, ടാന് വെറുതെ അറേഞ്ച് ചെയ്യലല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആവശ്യമുള്ള വാല്യൂസ് അവർ തരും. ഇപ്പോൾ ട്രിഗണോമെട്രിക് വാല്യൂ തരുന്ന വാല്യൂ നമ്മൾ ആ ഫിഗറിൽ ഉണ്ടാക്കണം, ഫോം ചെയ്യണം. ആ ഫിഗറിൽ വാല്യൂസ് ഫോം ചെയ്യാതെ ആവശ്യമില്ലാത്ത വാല്യൂ തന്നിട്ട് കാര്യമുണ്ടോ? അല്ല. അപ്പോൾ അവർ തരുന്ന വാല്യൂസൊക്കെ കറക്റ്റായിട്ടുള്ള ആവശ്യമുള്ള വാല്യൂ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫിഗറിൽ മാർക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫിഗറിൽ ആംഗിൾസ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കൊണ്ടൊരു വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാം അറേഞ്ച്മെൻറ്റ്സ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 4th one. ഇൻ ദി പിക്ചർ, ഇത് വെക്കുക മക്കളെ. ഇൻ ദി പിക്ചർ ദി വെർട്ടിക്കൽ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. വെർട്ടിക്കൽ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് their heights are in arithmetic sequence. What is the common difference? ഈ ചാപ്റ്റർ എവിടെ തുടങ്ങിയ? ഫസ്റ്റിൽ അവസാനം വരെ വന്ന് സെക്കൻഡിലേക്ക് സർക്കിൾസിലേക്ക് അത് ജോയിൻ്റ് അപ്ലൈ വന്നിട്ടുണ്ടാവാം. സെക്കൻഡ് ഡിഗ്രിയിൽ ഇതിൽ വന്നിട്ടില്ല, ചാൻസ് ഓഫ് മാത്തമാറ്റിക്സിലില്ല. സെക്കൻഡ് ഡിഗ്രിയിൽ വന്നു, ട്രിഗണോമെട്രിയിൽ വന്നു, ഇനി ടാൻജൻസിൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സാധനം അവിടെ നിന്ന് മുതൽ അവസാനം വരെ വരുന്നുണ്ട്, അവസാനം സ്റ്റാറ്റിസ്റ്റിക്സ് വരെ വരുന്നുണ്ട്. ഇൻ ദി പിക്ചർ ദ വെർട്ടിക്കൽ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് ദെയർ heights are in arithmetic sequence. What is the common difference? What is the common difference? Then perpendicular lines equally spaced ആണ്. heights h1, h2, h3, h4. ഇവിടെ 40 ഡിഗ്രി ആണ്. എക്സ് സ്പേസ് ഒക്കെ ഈക്വലി ആയതുകൊണ്ട് ഡി 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 എന്നെഴുതി. ഇവിടെ നോക്കുക ഫിഗർ. ഇൻ ദി ഫിഗർ h1, h2, h3, h4 ആർ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ആണ്. ഹൈറ്റ്സ് ആർ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും വേണം. സ്പേസ്ഡ് പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ്, ഇത് രണ്ട് പെർപെൻഡിക്കുലർ സ്പേസ് ഡി, ഈക്വൽ സ്പേസ് ആണ്. ഡിഫറൻസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്നുള്ള കാണിക്കാൻ വേണ്ടി ഡി 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 കൊടുത്തു. ദെൻ ഫസ്റ്റ്ലി ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ കളക്ട് ചെയ്തു. ഇത് അതിൽ നിന്ന് h1 കാണാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 40 is equal to O by A. That is h1 by x, adjacent side x. Correct അല്ലേ? h1 by x, opposite side by x. Then h1 equal to x into tan 40, cross multiplication x tan 40, equation number 1. h1 ഈക്വൽ ടു എക്സ് ടാൻ 40. വാല്യൂ ഒന്നും തന്നിട്ടില്ല. നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സിൽ എ എസ് ആണെന്ന് പ്രൂവ് ചെയ്യുക, കോമൺ ഡിഫറൻസ് ടാനിലൂടെയൊക്കെ കണ്ടുവച്ചിട്ട് എഴുതി വെക്കുക, വേരിയബിളായിട്ട് എഴുതി വെക്കുക. h1 ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 40 ആണ് എക്സ് ടാൻ 40. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ നോക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ട്രയാങ്കിൾ. അവിടെയും ടാൻ 40 യൂസ് ചെയ്യാലോ. ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് O ബൈ എ തന്നെ. h2 ആണ് ഓപ്പോസിറ്റ് സൈഡ്, h2 കണ്ണുറന്ന് നന്നായി നോക്കണേ. ബൈ അഡ്ജസൻറ്റ് സൈഡ് എത്ര വരും? എക്സ് പ്ലസ് ഡി, ഒരു ഡി ഇൻക്രീസ് ചെയ്തു, എക്സ് പ്ലസ് ഡി അല്ലേ? h2 ബൈ എക്സ് പ്ലസ് ഡി. ദെൻ h2 is equal to എക്സ് പ്ലസ് ഡി ടാൻ 40. എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40, അതാണ് എക്സ് പ്ലസ് ഡി ടാൻ 40, എക്സ് പ്ലസ് ഡി ടാൻ 40. ദെൻ അടുത്ത ടാൻ h3 വരുന്ന ഫിഗറിൽ നോക്കുക. ടാൻ 40 is equal to ഓപ്പോസിറ്റ് സൈഡ് h3, അഡ്ജസൻറ്റ് സൈഡ് എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. കറക്റ്റ് അല്ലേ? എക്സ് ഇവിടെ 1d ആഡ് ചെയ്തു, എക്സ് പ്ലസ് ഡി, 2d ആഡ് ചെയ്തു, എക്സ് പ്ലസ് 2d, 1d എക്സ് പ്ലസ് ഡി, 2d എക്സ് പ്ലസ് 2d. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ h3 is equal to എക്സ് പ്ലസ് 2d ഇൻറ്റു ടാൻ 40, ഇക്വേഷൻ നമ്പർ 3. ഇതിന് ഇക്വേഷൻ നമ്പർ 2. അടുത്ത ലാസ്റ്റ്
വരുന്ന ലാസ്റ്റ് ട്രയാങ്കിൾ, ലാർജർ ട്രയാങ്കിൾ tan 40 യൂസ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് എത്ര മക്കളെ? H4. അഡ്ജസൻറ്റ് സൈഡ് എത്ര വരിക? എക്സ് പ്ലസ് ഡി, എക്സ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ഡി പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, വീണ്ടും ഡി, എക്സ് പ്ലസ് 3d അല്ലേ? എക്സ് പ്ലസ് 1d, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 3d, അങ്ങനെയാണ് പോകുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ H4 ഈക്വൽ ടു എക്സ് പ്ലസ് 3d ഇൻറ്റു tan 40. ഇക്വേഷൻ നമ്പർ 4. ഈ 4 ഹൈറ്റ്സ് ഒന്ന് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ എഴുതി വെക്കുക. ഫസ്റ്റ് എക്സ് tan 40, സെക്കൻഡ് എക്സ് പ്ലസ് ഡി tan 40, തേർഡ് എക്സ് പ്ലസ് 2d tan 40, എക്സ് പ്ലസ് 3d tan 40, എക്സ് പ്ലസ് 4d tan 40, എക്സ് പ്ലസ് 5d tan 40, അങ്ങനെ പോകുന്നു. എസ് ആണല്ലോ, എസ് ആണെന്ന് മനസ്സിലായി. കോമൺ ഡിഫറൻസ് എത്രയാണ്? എത്ര ഏത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഏത് വേരിയബിൾസ് ഏത് വാല്യൂ ആഡ് ചെയ്ത് റിപ്പീറ്റഡ് അഡിഷൻ ഏതാ വരുന്നത്? നോക്കൂ, എക്സ് tan 40, എക്സ് പ്ലസ് ഡി tan 40, എക്സ് പ്ലസ് 2d tan 40, എക്സ് പ്ലസ് 3d tan 40. അപ്പോൾ ചിലർ പറയൂ, ആ സാർ കിട്ടി ഡി ആഡ് ചെയ്ത് പോകുന്നു. ആണോ? ഡി ആണോ ആഡ് ചെയ്ത് പോകുന്നത്? ഇവിടെ ഫസ്റ്റത്തേൽ ഡി ഇല്ല, സെക്കൻഡേൽ 1d 2d 3d 4d ആഡ് ചെയ്ത് പോകുന്നു. അല്ല മക്കളെ, ഡീൻ്റെ കൂടെ tan 40 കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡി tan 40 ആണ് ആഡ് ചെയ്യുന്ന പോകുന്നത്. ശരിയല്ലേ? എക്സ് tan 40. അടുത്ത ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുക. എക്സ് tan 40 അങ്ങനെ എഴുതി, ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എക്സ് tan 40. അടുത്തത് ബ്രാക്കറ്റ് പൊട്ടിക്കുക. എക്സ് ഇൻറ്റു tan 40, എക്സ് tan 40 പ്ലസ് ഡി tan 40. ബ്രാക്കറ്റ് പൊട്ടിച്ചു. ഡി tan 40. ഇത് ഫസ്റ്റ് H1, ഇത് H2, സെക്കൻഡ് H3. ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിക്ക്. എക്സ് ഇൻറ്റു tan 40, എക്സ് tan 40 പ്ലസ് 2d ഇൻറ്റു tan 40, 2d tan 40. അടുത്ത H4 ഒന്ന് പൊട്ടിക്ക്. എക്സ് ഇൻറ്റു tan 40, എക്സ് tan 40 പ്ലസ് 3d tan 40. അപ്പോൾ അതിൽ നോക്കുക, എല്ലാത്തിനും ആഡ് ചെയ്ത് പോകുന്നത് എക്സ് tan 40, എക്സ് tan 40 എല്ലാത്തിലും കോമൺ ആണ്, അതിലൊരു ചേഞ്ച് ഇല്ല. ഡി tan 40, 2d tan 40, 3d tan 40. അപ്പോഴാരാ കോമൺ ഡിഫറൻസ്? 1d tan 40. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു d tan 40. It is an arithmetic sequence. Common difference equal to d tan 40. കറക്റ്റ് ആണല്ലോ? നോക്കണം. എക്സ് tan 40 ഹൈറ്റ് 1, എക്സ് പ്ലസ് ഡി tan 40 ഹൈറ്റ് 2, എക്സ് പ്ലസ് 2d tan 40 ഹൈറ്റ് 3, എക്സ് പ്ലസ് 3d tan 40 ഹൈറ്റ് 4. Then x tan 40, x tan 40 plus d tan 40, x tan 40 plus 2d tan 40, x tan 40 plus 3d tan 40, d tan 40 again and again, adding again and again, we get a heights. Then it is an arithmetic sequence. Common difference equal to d tan 40. Okay, common difference equal to d tan 40. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അറേഞ്ച്മെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നിങ്ങൾ എന്താ പറയുക? ആ ഡി ആഡ് ചെയ്ത് പോകുന്നു. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞു വെക്കും. കോമൺ ഡിഫറൻസ് ഡി ആണോ? അല്ല. എന്താ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് മക്കളെ ഡി tan 40 ആണ്. എന്താണ് മക്കളെ? ഡി tan 40 ആണ്. ഇനിയിപ്പോൾ tan 40ൻ്റെ വാല്യൂ തന്നാലോ? ഡി ഇൻറ്റു 0.84. കോമൺ ഡിഫറൻസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 6 centimeter. One side of a triangle is 6 centimeter. And the angles at its ends are 40 degree and 65 degree. 40 degree and 65 degree. Calculate its area. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിൾ നോക്കുക. ABC ആണ്. ABC ട്രയാങ്കിൾ ABC ആണ് മക്കളെ. ദെൻ draw perpendicular from C to AB. CD കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ 40 കാണിച്ചിട്ടുണ്ട്, 65 കാണിച്ചിട്ടുണ്ട്.
ഇവിടെ എക്സ് ആണ് കാണേണ്ടത്. ദെൻ ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്. ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്. ആൾട്ടിറ്റ്യൂഡ് അറിയത്തില്ല. ഇത് ഐസോസലസ് അല്ല, ബൈസെക്റ്റ് ചെയ്യത്തില്ല അല്ലേ, ഐസോസലസ് അല്ല, ഇക്വലേറ്ററൽ ഒന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് സെപ്പറേറ്റ് എ ഡി കാൽക്കുലേറ്റ് ചെയ്യണം, ബി ഡി കാൽക്കുലേറ്റ് ചെയ്യണം. എ ഡി പ്ലസ് ബി ഡി = 6 ഇക്വേറ്റ് ചെയ്യണം. അതിൽ നിന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഹാഫ് ബി എച്ച് വെച്ചിട്ട് ഏരിയ കാണാം. കുറച്ച് റിസ്ക് ആണേ, റിസ്ക് ഇല്ല, പ്രോബ്ലം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓവർ റിസ്ക്കും നമ്മുടെ കയ്യിലില്ലല്ലോ. tan 40ൻ്റെ വാല്യൂ നമുക്ക് എഴുതി വെക്കാം 0.84. tan 40 0.84. then tan 65 2.14. tan 65 2.14. അപ്പോൾ ആ വാല്യൂസ് ആവശ്യമുള്ള വാല്യൂസ് നമ്മളവിടെ എഴുതി വെച്ചു. ദെൻ ഫസ്റ്റ്ലി ട്രയാങ്കിൾ എ ഡി സിയിൽ നിന്ന് എ ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ ട്രയാങ്കിൾ ബി ഡി സിയിൽ നിന്ന് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. പറഞ്ഞേ, tan 40 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് O/A x/AD. O/A എന്ന് പറഞ്ഞാൽ x/AD. tan 40യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 0.84 = x/AD. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ AD × 0.84 = x. AD = x/0.84. ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് AD കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റായിട്ട്. ഇൻ ട്രയാങ്കിൾ ADC tan 40 = O/A x/AD. 0.84 = x/AD. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ AD = x/0.84. ഇൻ ട്രയാങ്കിൾ BDC tan 65 = O/A. O എത്രയാണ്? 65ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് x. B അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? BD. 2.14 = x/BD. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ BD × 2.14 = x. BD × 2.14 = x. Then BD = x divided by 2.14. Equation number 2. BD = x divided by 2.14. That is equation number 2. Perfect ആയല്ലോ? പെർഫെക്റ്റ് ആയി. ഇനി റൈറ്റ് ട്രയാങ്കിൾ ADC tan 40 യൂസ് ചെയ്തു AD കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റൈറ്റ് ട്രയാങ്കിൾ BDC tan 65 യൂസ് ചെയ്തു BD കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പോവുക ഞാൻ. AD + BD = 6. ഓൾറെഡി ടോട്ടൽ ലെങ്ത്ത് 6 എന്ന് അവർ തന്നിട്ടുണ്ട് ലൈൻസ്. x/0.84 + x/2.14 = 6. ശ്രദ്ധിക്കണേ, കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ മതിയേ, ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. ഫസ്റ്റ് സെക്കൻഡിൽ എക്സ് ടേക്കിംഗ് ഔട്ട്സൈഡ് 1/0.84 + 1/2.14. ദാറ്റ്സ് ഈക്വൽ ടു 6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2.14 × 1 2.14 + 0.84 × 1 0.84 by 0.84 × 2.14. That's equal to 6. അത് പ്രൊഡക്റ്റ് ചെയ്യണ്ടേ? അത് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ? അത് പ്രൊഡക്റ്റ് ചെയ്യണം. എത്ര കിട്ടുന്നത് നോക്കുക പ്രൊഡക്റ്റ് ചെയ്താൽ? 84 ഉം 214 അല്ലേ? 4 4s are 16, balance 1, 1 4s are 4 + 1 5, 4 2s are 8, 8 4s are 32, balance 3, 8 + 3 11, balance 1, 8 2s are 16 + 1 17, 6 7 9 7 1. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 4 ഡെസിമൽ പ്ലേസ്. 1.7976 ആണ് വരുന്നത്. അപ്പോൾ 1.8 ആക്കി എഴുതുക. ഒരു പ്ലേസിലേക്ക് വെക്കണം തൽക്കാലം. ലാർജർ പ്രോബ്ലം ഒക്കെ ഒരു പ്ലേസിലേക്ക് അറേഞ്ച് ചെയ്യുക. 1.8 എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 2.14 + 0.84. ആഡ് ചെയ്യാൻ മാറിപ്പോവരുത്. 0.84 8 9 2.98 2.98 ബൈ ഡിനോമിനേറ്റേഴ്സ് പ്രൊഡക്റ്റ് ചെയ്താൽ 1.8 = 6.
അപ്പോൾ നമ്മൾ എക്സ് ടേക്കിംഗ് ഔട്ട്സൈഡ് എടുത്തു 1/0.84 1 + 1/2.14 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അറേഞ്ച് വി ഗെറ്റ് എക്സ് ഇൻറ്റു 2.98 ബൈ ഡിനോമിനേറ്റേഴ്സ് 1.7976 ഒക്കെയാണ്. അതിനെ അറേഞ്ച് ചെയ്ത് ഞാൻ എന്താക്കി 1.8 സിംപ്ലസ്റ്റ് ആക്കി. വലിയ കാൽക്കുലേഷൻ സിമ്പിളാക്കാം, കുറച്ചുകൂടി സിമ്പിളാക്കാം. ദെൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ റെസിപ്രോക്കൽസ് എടുത്ത് കൊണ്ടുപോയി. എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു 1.8 ന്യൂമറേറ്ററിലേക്ക് പോയി ബൈ 2.98 ടേക്കിംഗ് റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈയിങ്. ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആണ് ആവുക. ഡിവിഷൻ നടത്തുമ്പോഴാണ് എന്ത്? റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈയിങ്. ഇനി പ്രൊഡക്റ്റ് ചെയ്യട്ടെ. 6 ഇൻറ്റു 1.8 8 6 are 48 balance 4 1 6 are 6 plus 4 10 10.8 by 2.98 10.8 by 2.98 കാൽക്കുലേഷൻ വലുതാണ്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1080 by 298 1080 by 298. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 1080 ഡിവൈഡഡ് ബൈ 298 ഡിവൈഡ് ചെയ്യണ്ടേ? എത്ര വരും മക്കളെ? 5 എടുത്താൽ കിട്ടോ? 540 മോർ ദാൻ ആയി പോവോ? 5 എടുത്താൽ 5 എടുത്താൽ ലാർജർ ആയി പോകും അല്ലേ? 4 എടുത്താലോ? 32 ബാലൻസ് 3 36 39 ബാലൻസ് 3 4 എടുത്താലും ലാർജർ ആയി പോകും. അപ്പോൾ 3 എടുക്കാം. 3 8s are 24 ബാലൻസ് 2 9 3s are 27 plus 2 29 ബാലൻസ് 2 3 2s are 6 plus 2 8 894 8 3s are 24 balance 2 9 3s are 27 plus 2 29 balance 2 3 2s are 6 plus 2 8 സബ്ട്രാക്ട് ചെയ്യാം. 6 ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 7 ഉണ്ടാകുക. 17ൽ 8 ഇവിടെ 9 1 വരും. 10 17 18 ബാലൻസ് 1 10 186 86ൽ പോവത്തില്ല. ഒരു 0 2 0.2 ദെൻ 6 ആഡ് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 8 6 are 48 ബാലൻസ് 4 54 പ്ലസ് 58 ബാലൻസ് 5 6 12 പ്ലസ് 17 6 ഇട്ട് ഒരു പ്ലേസെങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് ആവില്ല, അത്രേ ആവുള്ളൂ. 48 ബാലൻസ് 4 9 6 are 54 58 balance 5 17 approximate x equal to 3.6. ഒരു പ്ലേസിലെങ്കിലും നമ്മൾ എഴുതി വെക്കണം, നിർബന്ധമാണ്. ഞാനൊന്നും കാൽക്കുലേറ്റർ യൂസ് ചെയ്തില്ല, നിങ്ങളത് അറേഞ്ച് ചെയ്യേ പറ്റുള്ളൂ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 3.6 എക്സ് കിട്ടി. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഏരിയ. ഹാഫ് ഇൻറ്റു ബേസ് 6 ആണ്, ഹൈറ്റ് 3.6. കട്ട് 6 കട്ട് 2 3 3 ഇൻറ്റു 3.6 18 ബാലൻസ് 1 3 3s are 9 plus 1 10 approximate 10.8 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതി വെക്കണം. 10.83 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? കാൽക്കുലേഷൻ. എന്താ കാൽക്കുലേഷൻ? വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. അല്ല, കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ എ ഡി സി കാൽക്കുലേറ്റ് ചെയ്തു, എ ഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇൻ ട്രയാങ്കിൾ ബി ഡി സി tan 65 യൂസ് ചെയ്തു, ബി ഡി കാൽക്കുലേറ്റ് ചെയ്തു. എ ഡി പ്ലസ് ബി ഡി 6 എക്സ് ബൈ 0.84 പ്ലസ് എക്സ് ബൈ 2.14 ഈക്വൽ ടു എക്സ്. എക്സ് ടേക്കിംഗ് ഔട്ട്സൈഡ് 1/0.84 പ്ലസ് 1/2.14 cross multiplication and we get a single fraction and then left fraction transposed to right side, then taking reciprocal and multiplying and we get 6 into 1.8 by 2.98 multiply then 10.8 by 2.98 both numerator and denominator by multiplying 100 1080 by 298. അപ്പോൾ ചിലർ ചോദിക്കും 1080 എങ്ങനെ വന്നാ സാർ?
ദാ 10.8 10 യൂസ് ചെയ്ത് ഡെസിമൽ പോയി, ഒരു ബാലൻസ് 10 അവിടെ ഉണ്ട്, അതാണ് 1080. അതൊക്കെ ഫിഫ്ത്തിലുള്ള കാൽക്കുലേഷനാണ്. 10th ആണോ? ഡെസിമൽസ് അല്ല, ഡിവിഷൻസ് അല്ല, ഒന്നും 10th അല്ല. ദെൻ അറേഞ്ച് വി ഗെറ്റ് 3.6, അപ്രോക്സിമേറ്റ് 1 വാല്യൂങ്കിൽ എടുക്കുക 3.6. ദെൻ ഹൈറ്റ് 3.6, ഏരിയാസ് ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 3.6, ദാറ്റ്സ് ഈക്വൽ ടു 10.8 cm². ഓക്കെ, അപ്പോൾ ആകെപ്പാടിപ്പോൾ ചെയ്തതിലുള്ളൊരു കാൽക്കുലേഷൻ, സ്ട്രോങ് കാൽക്കുലേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വളരെ വലിയ സ്ട്രോങ് കാൽക്കുലേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ കഴിഞ്ഞ് നമുക്ക് ഇത്ര സമയം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തന്നെ 20 മിനിറ്റോളം ആ പ്രോബ്ലത്തിൻ്റെ മുകളിൽ എടുത്തു. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റ് ചെയ്ത് കാൽക്കുലേഷൻ അടക്കം ഞാനിവിടെ ചെയ്തു തരികയാണ്. അത് ശ്രദ്ധിക്കണം മക്കൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10.8 cm² ആണ് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി അവസാനിപ്പിക്കാം. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to 6 cm, BC is equal to 7 cm, AC is equal to 8 cm, angle 50 degree. ബ്രാക്കറ്റിൽ sin 50 is equal to 0.77. അപ്പോൾ നമുക്ക് ഇൻ ട്രയാങ്കിൾ ABC വരച്ചു അല്ലേ? ട്രയാങ്കിൾ ABC അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB? വാട്ട് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB. AB 6 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. AB 6 cm ആണ്. BC 7 cm ആണ്. ദെൻ AC 8 cm ആണ്. സെക്കൻഡ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ 50 degree, AB 6 cm, AC 8, BC 7. Then what is the perpendicular distance from C to AB calculate ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡ് CD, ഹൈപ്പോടെന്യൂസ് AC. ഓപ്പോസിറ്റ് സൈഡ് CD, ഹൈപ്പോടെന്യൂസ് AC. അപ്പോൾ സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സൈൻ 50 is equal to CD by AC, O/H. ഓപ്പോസിറ്റ് സൈഡ് CD, ഹൈപ്പോടെന്യൂസ് AC. സൈൻ 50 എത്ര വാല്യൂ മക്കളെ? 0.77. എത്രയാണ്? 0.77 ഈക്വൽ ടു CD by 8, ഓപ്പോസിറ്റ് സൈഡ് by 8. ദെൻ CD is equal to 8 into 0.77. 8 7s are 56, balance 5. 8 7s are 56 plus 1, 61. Approximate 6.16 അല്ലേ? Approximate 6.16 is the perpendicular distance from C to AB. C to AB വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6.16. CD is equal to 6.16. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ഏരിയ is equal to half BH, half into 6 into CD. CD എത്രയാ? 6.16. AB ആണ് ബേസ്, ഹൈറ്റ് CD. Cut 6 cut 3, cut 6 cut 2, cut 6 cut 2, 3. 8 6 3s are 18, balance 1. 1 3s are 3 plus 1 4. 6 3s are 18. 18.48 centimeter square. 18.48 centimeter square. ഓക്കെ, പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് റേഷ്യോ യൂസ് ചെയ്യേണ്ടതെന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കണം. ഇൻ ദി ഫിഗർ ട്രയാങ്കിൾ ABC, AB 6, AC 8, BC 7 cm. Then find the perpendicular distance from C to AB. Then sin 50 is equal to opposite side divided by hypotenuse, CD divided by AC. Then 0.77 equal to CD by 8. Cross multiplication we get CD is equal to 6.16. Then half BH. Half into 6 into 6.16. That is 18.48. Done.
അപ്പോൾ ശ്രദ്ധിക്കുക, ഫിഗറിൽ തരും നമുക്ക് ഏത് പ്രോബ്ലത്തിൻ്റെ അകത്തും ഏത് വാല്യൂസാണ് വേണ്ടത്, ഏത് റേഷ്യോസാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള തല കുത്തി നമ്മൾ മറിഞ്ഞു നോക്കണം കേട്ടോ. അതാണ് നമ്മുടെ കഴിവ്, മിടുക്കരായിട്ടുള്ളവരുടെ കഴിവ്. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി എഴുതി നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് അവസാനിപ്പിക്കാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ if angle P 40 degree, angle Q 90 degree and PQ 12 centimeter, find QR. PQ 12 centimeter, find QR. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആംഗിൾ Q 90 ആണ്, PQR, P 40 ഡിഗ്രി, Q 90 ആണ്. ദെൻ മെഷർമെൻറ്റ് PQ 12, ഓക്കെ. ദെൻ ഫൈൻഡ് QR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. tan 40 is equal to 0.84. tan 40 is equal to 0.84. ഇവിടെ നോക്കിയാൽ മക്കളെ, ഇൻ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾ അറ്റ് Q, P 40 ഡിഗ്രി അറേഞ്ച്മെൻറ്റ്, PQ 12 ഫൈൻഡ് QR. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് QR, അഡ്ജസൻറ്റ് സൈഡ് PQ. O/A, tan equal to O/A, tan equal to O/A, tan equal to O/A. tan 40 is equal to QR/PQ. O/A. 0.84 is equal to QR/12. QR equal to 12 into 0.84. 84 into 12 multiply. 4 2s are 8. 4 8 2s are 16. 1 4s are 4. 1 8s are 8. 8 6 4 10 balance 1 9 plus 10. Approximate 2 decimal ഇട്ടാൽ 10.08 centimeter QR. 10.08 centimeter QR. അപ്പോൾ നമ്മൾ ടാൻ റിലേറ്റഡ് ആയിട്ടും മിക്സഡ് പ്രോബ്ലം ആയിട്ടും നമ്മൾ അനദർ മെഷർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ 7 പ്രോബ്ലമാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അനദർ മെഷർ വേറൊന്നുമില്ല, ട്രിഗണോമെട്രിക്കിലെ തേർഡ് മെഷർമെൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ടാൻ. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ബേസ്ഡ് ഓൺ അക്യൂട്ട് ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side is called tan value, that is tan equal to O/A, tan equal to O/A. അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. അത് വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചു. 7 പ്രോബ്ലമാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്തത് ഇന്നിവിടെ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരൊറ്റ ടോപ്പിക്കാണുള്ളത്, ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഒരു 6 പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും നമ്മൾ 10th എല്ലാം ചെറിയ ക്ലാസ്സിലുള്ളതാണ്. അത് നല്ലവണ്ണം എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നല്ലോണം പഠിക്കുക. നല്ല കുട്ടികളാണ് നിങ്ങൾ, അറേഞ്ച് ചെയ്ത് പഠിക്കുക. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. വൃത്തിയായിട്ട് 1 hour ഇരുന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നന്ദി, നമസ്കാരം.